ഗൈസ്, ഇന്നലെ നമ്മൾ ബേപ്പൂർ ഫെസ്റ്റിന് പോയതിൻ്റെ കഥയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. നമ്മൾ പോകുന്ന വഴിക്ക് ചാമ്പ്യൻസ് ഹോട്ടലിൽ കയറിയിട്ട് പഴംപൊരിയും ബീഫ് റോസ്റ്റും അതിൻ്റെ കൂടെ ഒരു ബീഫിൻ്റെ കരളും കഴിച്ചു. എന്താണെന്ന് അറിഞ്ഞൂടെ, ഈ ഹോട്ടലിനെ പറ്റി ഒരുപാട് കേട്ടുകൊണ്ടാണോ അത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളി ബീഫാണെന്നൊക്കെ. പക്ഷേ എൻ്റെ എക്സ്പെക്റ്റേഷൻ വെർ റിയലി ഹൈ. പക്ഷേ കഴിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ച അത്ര എൻ്റെ ടേസ്റ്റൊന്നും എനിക്ക് കിട്ടിയില്ല. പക്ഷെ പഴംപൊരിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ബീഫാണ് ചതിച്ചത്. നമ്മളെ കോഴിക്കോട് ഈലുന്നല്ല ബീഫും പഴംപൊരിയും കിട്ടുന്ന സ്ഥലങ്ങൾ തന്നെ. എൻ്റെ കൂടെ വന്നവരോട് ചോദിച്ചപ്പോൾ അവരുടെ എങ്ങനെയുണ്ട് പണിയ ഫുഡ്? അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബീഫിൻ്റെ കരള് എന്നാലും അത്യാവശ്യം കൊള്ളാം കേട്ടോ. ബീഫിൻ്റെ കരളിന് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു സൂപ്പ് പോലത്തെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നപ്പോൾ അതൊക്കെ കഴിച്ച് കുറ്റിച്ചിറയിലിരുന്ന് 2 മിനിറ്റ് കാറ്റൊക്കെ കൊണ്ടാൽ നേരെ പോയി ബേപ്പൂർ ഫെസ്റ്റിന്. അവിടെയാണെങ്കിൽ നിൽക്കാൻ സ്ഥലമില്ല, അത്രയും ജനത്തിരക്കാണ്. അപ്പോൾ നമ്മുടെ ബിനി ശ്രീനിവാസൻ ചേട്ടൻ വന്ന് 2-3 പാട്ടൊക്കെ പാടി. ഒരുപാട് ഗസ്റ്റും കാര്യങ്ങളും സെലിബ്രിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കാണാൻ പോയി ഇതൊന്നുമല്ല ഗൈസ്. നമ്മൾ കാത്തിരുന്ന സാധനം ദേ വരുന്നു. ഇതല്ല, അത് ഈ നാടിന്റെ വൈവിധ്യമാർന്ന സാംസ്കാരിക ദൃശ്യങ്ങളാണ് ഈ നവീന. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ഡ്രോൺ ഷോ നേരിട്ട് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളും കണ്ടോ. ഞാനിനി കുറച്ച് സമയം മിണ്ടാതിരിക്കാം, നിങ്ങളിത് എൻജോയ് ചെയ്യും. എന്നിട്ട് നമുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം. 4ാം എഡിഷൻ ആവേശപൂർവ്വ വരവേൽപ്പിൽ അതുല്യ വിജയമാക്കുക നിങ്ങൾക്കേവർക്കും ഹാപ്പി 2025. പ്രാചീന കാലഘട്ടം തൊട്ടേ ലോകമെങ്ങും സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരമെന്ന നിലയിൽ കോഴിക്കോട് പേരെടുത്തു. അറബികളും ഈജിപ്ഷ്യരും തുർക്കികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികളെ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഒന്നിച്ചു കോർത്തിണക്കിയ നന്മ കോഴിക്കോടിന്റെ മണ്ണിലുണ്ട്. ബഹുസ്വരതയിൽ നിന്നും രൂപം കൊണ്ട സഹസ്രാബ്ദങ്ങൾ നീളുന്ന ഈ വാണിജ്യ ചരിത്രത്തിൽ ബേപ്പൂരിന്റെ സംഭാവനകൾ ഏറെ വിലപ്പെട്ടു. ഇതേ ബേപ്പൂരിന് തൊട്ടടുത്ത് ചാലിയത്ത് വെച്ചാണ് മലയാളികൾ പോർച്ചുഗീസുകാരെ ആക്രമിച്ച് വിനോദസഞ്ചാരികളുടെ വരവിൽ കേരളം തുടർച്ചയായി റെക്കോർഡ് സൃഷ്ടിക്കുന്ന
ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കൊക്കെ അറിയാം ഇതാരാണെന്ന്, ഈ കാണിക്കുന്ന ആൾ ആരാണെന്ന്? വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യും. പല നിറത്തിൽ പല ഷേപ്പിൽ എന്തൊക്കെയാ കാണണ്ട നമ്മൾ. വന്നതിന് മുതലായുണ്ട്, ഒന്നും പറയാനില്ല. അടിപൊളി ഡ്രോൺ ഷോ. ഇനി എവിടെയെങ്കിലും ഡ്രോൺ ഷോ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പൊക്കോളി കണ്ടോളി വന്നോളി, അത്രേ പറയാനുള്ളൂ. ഇതിപ്പോൾ നമ്മൾ മാത്രമല്ല, അവിടെയുള്ള ഒരു 60% ആൾക്കാർ ഈ ഡ്രോൺ ഷോ കണ്ടിട്ടാണ് വന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിക്കും തിരക്കും കണ്ടോ നിങ്ങൾ. അന്നേരം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട് പോയി. അവിടെ നമ്മളെ ടോപ്പ് ഫോം ഉണ്ടല്ലോ, ടോപ്പ് ഫോം പോയിട്ട് നമ്മളൊരു നെയ്ച്ചോറും ബീഫും ചിക്കൻ കഴിച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങി കഴിച്ചപ്പോഴേ ഒരു സമാധാനം. അതിൽ നമ്മൾ പ്ലേറ്റിലേക്ക് ഓരോന്നായിട്ട് വിളമ്പിയിട്ട് ആ ഭംഗിക്ക് കുറച്ച് സാലിനൊക്കെ ഒഴിച്ച് കൂടെ നമ്മൾ ചമ്മന്തി ഉണ്ട്, വിട്ടുപോയത് ചമ്മന്തി ഇട്ട് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി കഴിച്ച് ആദ്യം നമുക്ക് ബീഫ് കഴിച്ചു. ബീഫ് മാത്രം കൂട്ടിയിട്ട് വിട്ടുപിടി. അടിപൊളി. ബീഫൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റാണ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട്. ഇനി നമുക്ക് നമ്മളെ കാന്താരി ചിക്കൻ നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാന്താരി ചിക്കനും നെയ്ച്ചോറും ഫുള്ള് മുളകാണ് കേട്ടോ. ഓക്കെ, കാന്താരി ചിക്കൻ അടിപൊളിയാണ് ഗൈസ്. വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ മുന്നേ ടോപ്പ് ഫോമിൽ കഴിച്ചിട്ടുണ്ട്, അപ്പോഴും എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ഇനിയിപ്പോൾ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ ഇത് തിന്ന് തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് സുലാം പറയാം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും see you.